ഓഫ് സർക്കിൾസ് എന്ന ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 1,1 ഈസ് എ പോയിൻ്റ് ഓൺ എ സർക്കിൾ സെൻറ്റേഡ് അറ്റ് 4,5. അതായത് സെൻറ്റർ 4,5 ആയിട്ടുള്ള ഒരു സർക്കിളിലെ പോയിൻ്റാണ് 1,1. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? നോക്കൂ, ഈ സെൻറ്ററും ഈ സർക്കിളിലെ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ഈ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഈ റേഡിയസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല √(x1 - x2) ഹോൾ സ്ക്വയർ 4 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √3² പ്ലസ് 4² √9 + 16 √25 5 യൂണിറ്റ് ആണെന്ന് കിട്ടും. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ? സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസ് പറഞ്ഞാൽ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. സെൻറ്റർ a, bയും റേഡിയസ് r ആയിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇവിടെ സെൻറ്റർ 4,5 ആണ്. x - 4 ഹോൾ സ്ക്വയർ പ്ലസ് y - 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². റേഡിയസ് 5 ആണ്. 5² 25. അതാണ് സബ് ക്വസ്റ്റ്യൻ 2. 3 എന്താണ്? കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് വൺ ഓഫ് ദി പോയിൻറ്റ്സ് വെയർ ദിസ് സർക്കിൾ കട്ട്സ് ദി എക്സ് ആക്സിസ്. ഈ സർക്കിൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സർക്കിൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? അവിടുത്തെ y കോർഡിനേറ്റ് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഇക്വേഷനിൽ yക്ക് 0 കൊടുത്താൽ നമുക്ക് ആ പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷനിൽ yക്ക് 0 കൊടുത്താൽ x - 4 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ഇതിൽ നിന്ന് x - 4 ഹോൾ സ്ക്വയർ പ്ലസ് 25 ഈക്വൽ ടു 25 എന്ന് വരും. 0 - 5 - 5 - 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ x - 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഈ 25 ക്യാൻസലാവും. 25 - 25 0 ആവും. x - 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അതിൽ നിന്ന് x - 4 ഈക്വൽ ടു √0 സോ x ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതായത് 4,0 ആണ് ഈ സർക്കിൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്. ഇതുപോലെ അടുത്തൊരു ചോദ്യം. കൺസിഡർ ദ സർക്കിൾ ഡ്രോൺ വിത്ത് ദ ലൈൻ ജോയിനിങ് -1, 2 ആൻഡ് 7, 8 ആസ് ഡയമീറ്റർ. അതായത് -1, 2, 7, 8 എന്ന് പറയുന്ന പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇത് ഡയമീറ്ററായി ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സെൻറ്റർ കണ്ടുപിടിക്കാം. അതാണ് സബ് ക്വസ്റ്റ്യൻ 1ൽ കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകളുടെ മിഡ് പോയിൻ്റ് ആയിരിക്കും സെൻറ്റർ. സോ സെൻറ്റർ എന്ന് പറയുന്നത് -1, 2, 7, 8 എന്ന് പറയുന്ന പോയിൻറ്റുകളുടെ മിഡ് പോയിൻറ്റ്സ് -1 + 7/2, 2 + 8/2, അതായത് 6/2, 10/2, 3,5 എന്ന് കിട്ടും. സെൻറ്റർ 3,5. അടുത്തത് കണ്ടുപിടിക്കേണ്ട റേഡിയസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സെൻറ്ററും ഈ സർക്കിളിലെ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ റേഡിയസ്. അപ്പോൾ റേഡിയസ് ഈക്വൽ ടു √3 - 7 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 8 ഹോൾ സ്ക്വയർ √-4 ഹോൾ സ്ക്വയർ പ്ലസ് -3 ഹോൾ സ്ക്വയർ. ഇത് √16 + 9 √25 5 യൂണിറ്റ് എന്ന് തന്നെ കിട്ടും. അടുത്തത് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാനാണ്. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ x - 3 ഹോൾ സ്ക്വയർ പ്ലസ് y - 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². റേഡിയസ് 5 ആയതുകൊണ്ട് 25. അതിലെ സബ് ക്വസ്റ്റ്യൻ 3 ഈസ് 0,1 എ പോയിൻ്റ് ഓൺ ദി സർക്കിൾ. ഈ സർക്കിളിലെ പോയിൻ്റ് ആണോ 0,1? അങ്ങനെ ചെക്ക് ചെയ്യാൻ ഇവിടുത്തെ എക്സിനും വൈക്കും പകരം 0,1 എന്ന് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ഉണ്ടോ എന്ന് നോക്കിയാൽ മതിയാവും. അതായത് എക്സിന് 0യും വൈക്ക് 1ഉം കൊടുത്ത് ചെയ്യുമ്പോൾ ആൻസർ 25 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ എക്സിന് x - 3 ഹോൾ സ്ക്വയർ പ്ലസ്
വൈ മൈനസ് 5 ഹോൾ സ്ക്വയറിൽ എക്സിന് 0 കൊടുത്താൽ 0 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈക്ക് 1 കൊടുത്താൽ 1 മൈനസ് 5 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ അത് മൈനസ് 3യുടെ സ്ക്വയർ 9 പ്ലസ് 1 മൈനസ് 5 മൈനസ് 4ൻ്റെ സ്ക്വയർ 16 ആൻസർ 25 എന്ന് തന്നെ കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ 0,1 എന്ന് പറയുന്ന പോയിൻ്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ 0,1 ഈസ് എ പോയിൻ്റ് ഓൺ ദിസ് സർക്കിൾ.